ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നിർമ്മിച്ച ആ സ്തോത്രകാവ്യം നാരായണീയം. ആ നാരായണീയത്തെ നാരായണീയ മധുരമായി നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ 81-ാമത്തെ ദിവസം നാരായണീയം 8-ാമത്തെ ദശകത്തിൽ 6-ാമത്തെ ശ്ലോകം നമ്മളിത് വിചാരം ചെയ്യുകയാണ്. ആദ്യം ശ്ലോകം, പിന്നെ അതിൻ്റെ അർത്ഥം, അതിനുശേഷം ശ്ലോകത്തിൻ്റെ മലയാള പരിഭാഷയായ ശ്രീഹരിയം. തവൈവ വേഷേ ഭണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ സ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപാം സ്വയോഗനിദ്രാപരിമുദ്രിതാത്മാം. ഭുവനേ ജലൈകശേഷേ തവ ഏവ വേഷേ ഭണിരാജിശേഷേ ത്വം ആനന്ദസാന്ദ്രാനുഭവസ്വരൂപാം സ്വയോഗനിദ്രാപരിമുദ്രിതാത്മാ ശേഷേ സ്മാം. വളരെ മനോഹരമായ പദസമ്പത്ത്. ഒരു പദത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ആവോളം അറിയുന്ന പട്ടേരിപ്പാട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഭുവനേ ജലൈകശേഷേ, ലോകം മുഴുവൻ ഒരൊറ്റ വെള്ളമായി, പെരുവെള്ളമായി, മഹാസമുദ്രമായി തീർന്നപ്പോൾ
തവ ഏവ വേഷേ ഭണിരാജിശേഷേത്വം, അവിടുത്തെ തന്നെ സ്വരൂപമായിരിക്കുന്ന തവ ഏവ വേഷേ, അങ്ങയുടെ തന്നെ വേഷമാണ്, അങ്ങയുടെ തന്നെ സ്വരൂപമായിരിക്കുന്ന രൂപാന്തരമായിരിക്കുന്ന ഭണിരാജിശേഷേത്വം, നാഗരാജാവ്, ഭണി പാമ്പാണ്, നാഗങ്ങളാണ്, നാഗങ്ങളുടെ രാജാവായിരിക്കുന്ന ശേഷേത്വം, ശേഷനിൽ അങ്ങ്, ആദിശേഷനിൽ അവിടുന്ന്, ആ അനന്തമൂർത്തിയിൽ ആനന്ദമൂർത്തിയായിരിക്കുന്ന അവിടുന്ന് ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപ, ആനന്ദഘനാനുഭൂതി സ്വരൂപനായി, ആനന്ദമൂർത്തിയാണ് ഭഗവാൻ. പട്ടേരിപ്പാട് ഭാഗവതത്തെ അനുസന്ധാനം ചെയ്ത് നാരായണീയം എഴുതുമ്പോൾ ഭാഗവതം പലപ്പോഴും ഭഗവാനെ കൂടുതൽ സത്യസ്വരൂപനായിട്ട് വരച്ചു കാണിക്കുമ്പോൾ ആ സത്യസ്വരൂപനെ ആനന്ദസ്വരൂപനായിട്ട് പട്ടേരിപ്പാട് നമുക്ക് കാണിച്ചു തരണം. തുടക്കം തന്നെ അല്ലേ, സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് തുടങ്ങുകയാണ്. അതേപോലെ ഇപ്പോൾ ഇവിടെ ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപ, ആനന്ദം ആ ഘനീഭവിച്ച സച്ചിദാനന്ദ കട്ട എന്ന് തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരി ഒക്കെ പറയുന്ന ആ പൊന്നുഗുരുവായൂരപ്പൻ, ആഞ്ഞത്തിൻ്റെ സ്മരണ നമ്മൾ കഴിഞ്ഞ ദിവസം പല രീതിയിൽ അനുസ്മരിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ആനന്ദമൂർത്തി ഇനി നമ്മൾ സാന്ദ്രാനന്ദതനോ എന്നും ആനന്ദരൂപ എന്നൊക്കെ ഭഗവാനെ പട്ടേരിപ്പാട് സംബോധന ചെയ്യുന്നത് കാണാം. പിന്നെ പരമാനന്ദ സാന്ദ്രാം ഗതിം ച എന്ന് മറ്റൊരിടത്ത് സമർപ്പണ സമയത്ത്. അപ്പം ഇങ്ങനെയുള്ള അവിടുന്ന് ആനന്ദഘനാനുഭൂതി സ്വരൂപനായി സ്വയോഗനിദ്രാപരിമുദ്രിതാത്മാ, തൻ്റെ യോഗനിദ്രയാൽ ലാഞ്ചിതനായി, പരിമുദ്രിതാത്മാ ശേഷേസ്മ, അവിടെ പള്ളിക്കുറിപ്പ് കൊണ്ടു അല്ലെങ്കിൽ അവിടുന്ന് ഉറക്കത്തിലായി എന്ന് പറയുന്നു. അപ്പം ആ ശ്ലോകം നമുക്കൊരിക്കൽ കൂടി ചൊല്ലാം, അതിനുശേഷം ഭാഷാഗാനം. തവൈവ വേഷേ ഭണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ ശ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗനിദ്രാപരിമുദ്രിതാത്മാ. നാരായണ 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 രാധാ ഗോവിന്ദ. ലോകം ഒരു പെരുവെള്ളം മാത്രമായി തീർന്ന നേരം അവിടുത്തെ രൂപമായ ആദിശേഷനിൽ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപനായി യോഗേശനും യോഗനിദ്രാലാഞ്ചിതനായി ഉറക്കമായി. നാരായണ 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 രാധാ ഗോവിന്ദ. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.